കഴിയാൻ വേണ്ടിട്ട് വയ്യാം. അവനെ കാണാനില്ലല്ലോ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് കാണാനില്ലല്ലോ. ഇവിടെ നേരെ കാത്തിരുന്നു. രാവിലെ പോകുമ്പോ ചോറ കൊണ്ടായാ മതി. വയ്യപ്പാ ചേട്ടാ ചോറ് ഞാൻ പോ. ശരി. അല്ലടാ ഒരു വണ്ടി വരുന്നുണ്ട്, ഇന്നത്തെ മൂപ്പരന്നെ ആയിക്കോട്ടെ. കാണാത്ത തോന്നുന്നല്ലോ. ഞങ്ങൾ ഇവിടെ വന്നതാ. മോനെ നീയും കേറിക്കോ. എനിക്ക് തീരെ സുഖമില്ലെന്ന്. നിങ്ങൾ രണ്ടാളും മര്യാദക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, വണ്ടി ഞങ്ങൾക്ക് തരിക. ഇല്ലെങ്കിൽ രണ്ടാളുടെ ജീവൻ ആപത്തിലാണ്. ഞങ്ങളൊന്നും ചെയ്യല്ലോ കേട്ടോ. അല്ല നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വണ്ടി കയറിയത്? എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് വണ്ടി വേണം, അതാണ് ആവശ്യം. ചേട്ടന്മാരെ ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ദയവ് വിചാരിച്ച ഒന്നും ചെയ്യരുത്. മോനെ ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ല. നമ്മുടെ ജീവിതം ആളുകളെ അപകടത്തിൽ കിടക്കുക കേട്ടോ. നമ്മളിനി എന്താ ചെയ്യാ പറഞ്ഞ? പൊന്നു ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഉപ്പ എന്നെ വളരെ ചെറുപ്പത്തിൽ വഴിയിൽ നിന്ന് എടുത്ത് വളർത്തിയതാ. എനിക്ക് എൻ്റെ ഉപ്പയുടെ കാലൊന്ന് പിടിക്കണം. അതിനുശേഷം നിങ്ങൾ എന്താ നിങ്ങൾ എന്നെ ചെയ്തോളി. എൻ്റെ ഒരു അപേക്ഷയാണിത്. പൊന്നു മക്കളെ, ഞാൻ വയ്യാത്ത ഒരാളാണ്. ഇന്നൊന്നും ചെയ്യരുത് പ്ലീസ്. എനിക്ക് നിങ്ങളോടൊന്നും മല്ല് പിടിക്കാൻ വയ്യ. ഇന്ന് ചതിക്കല്ലേ. നിങ്ങൾ എടുത്ത് വളർത്തിയായിരുന്നു, അതെങ്ങനെ? അത് ഞാനേ ഓട്ടം കഴിഞ്ഞിട്ട് വരുമ്പോഴേ പട്ടാമ്പി പോയിട്ട് വരേണ്ടായിരുന്നു. അപ്പോൾ മൂത്ര കഴിയാൻ മുട്ടിയപ്പോൾ പാലത്തിൻ്റെ തൊട്ട് ഒരു കുട്ടി കരയണുണ്ട്. കുട്ടി സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയതാ. അപ്പോൾ മൂടി പോയിച്ചിട്ട് ഒരു കുട്ടി അവിടെ ഉണ്ട്. ആ കുട്ടീനെ അടുത്ത് ഞാൻ കൊടുക്കുന്ന ആ കുട്ടിയാണ് ഈ മകൻ. ഏതൊരു കുട്ടകാരത്തില്. അയ്യോ കുട്ടിയാണല്ലോ. അയ്യോ ഓ ചോര കുട്ടിയാണല്ലോ. ഏത് പിശാചുക്കളാ അത് കുട്ടീനെ പോലെ കൊടുന്നാക്കി. ആരും ഇല്ല ഇവിടെ. അല്ല നിങ്ങൾക്ക് കുട്ടീനെ പട്ടാമ്പി പാലത്തിന്റെ തൊട്ട് എന്തൊരു കാര്യം ചെയ്യാം മക്കളെ, നമുക്ക് കുറച്ചാണ് നീങ്ങി സംസാരിക്കാം. മോനെ ആരും കാണാനും മുന്നേ ഇഷ്ടപ്പെടാം. നിങ്ങൾക്കേ കുട്ടീനെ അവിടെ നിന്നല്ലേ കിട്ടി? ഇവിടുന്ന് കിട്ടിയത്. എന്റെ കുട്ടീനെ ഞാൻ പറഞ്ഞിട്ട് ഇവനാണ് അവിടെ കിടത്തിയത്. മക്കളെ കുട്ടികളൊന്നും അങ്ങനെ കൊണ്ട് കെടുത്താൻ പാടില്ല, മനസ്സിലായോ? കുട്ടികളൊക്കെ അങ്ങനെ അതേമാതിരി ഉപേക്ഷിച്ച് കഴിഞ്ഞാലേ പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണത്. നമ്മള് വളരെ തെറ്റാണ് ചെയ്യണത്. കുട്ടീനെ വേണ്ട വെച്ചാലേ വല്ലതും വളർത്താൻ കൊടുക്കാറുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടിച്ചാല് ഉപദേശം തേടുക, എന്നിട്ട് അത് വേണ്ട പോലെ ചെയ്യാവോ, മനസ്സിലായോ? ആ കുട്ടിയാണ് ഇപ്പൊ അതായി നിൽക്കുന്നത്. ഞാൻ എന്റെ മോനാണ്, എനിക്ക് അവനെ വിട്ടുപിരിയാൻ പറ്റില്ല. ഈ കുട്ടികാരനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസരമായി. എന്തവസ്ഥയായാലും എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടിയുടെ സ്നേഹം കിട്ടണമെങ്കിൽ ആ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇനി അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരില്ല. എന്റെ മോനൊക്കെ വിട്ടുപിരിയാൻ പറ്റില്ല. ഇവൻ പറഞ്ഞോണ്ടാ ഞാനത് ചെയ്ത്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. എന്റെ കയ്യിൽ കിട്ടിയോട്ടെ നിന്റെ മോൻ ജീവനോടെ ഉണ്ട്. ഇതല്ലായോ എന്ത് പൊന്നു മോനെ നോക്കിയാ നിങ്ങൾക്ക് കളയാൻ തോന്നിയാലോ അവനെ. ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഇനി ഞങ്ങളൊരു തെറ്റിലേക്ക് പോയില്ല. ഇപ്പൊ ഒരു ഉപ്പയും മകനും എങ്ങനെയെന്നുള്ള ബന്ധം ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ സാഹചര്യവും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലേ മകനെ കൊണ്ടുപോയിപ്പോ എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിപ്പോ ഇത്രയും ആ ചോര കുഞ്ഞിനെ വളർത്തി വലുതാക്കിയില്ലേ, നിങ്ങളെ ഉപ്പാന്ന് വിളിപ്പിച്ചില്ലേ, ഇനി എന്നും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതാണ് ഞങ്ങളുടെ സന്തോഷം. എന്റെ മോനെ തിരിച്ചു കിട്ടുമല്ലോ.